ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അതിൻ്റെ ആൻസർ സി ആണ്. നിങ്ങൾ ആൻസറും കൂടെ മാർക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. സി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, സി. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ടാവും. ദ ബേസിക് നോളജ് റിക്വയർഡ് ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ബേസിക് നോളജ് വേണം. ആ ക്വസ്റ്റ്യനെ പറ്റിയിട്ട് എൻ്റെയർ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അറിയേണ്ട ആവശ്യമില്ല. രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് എൻ്റെയർ കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ? നോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് മേക്ക് റിലീജിയസ് ഐഡന്റിറ്റി എ ക്രൈറ്റീരിയൻ ഫോർ സിറ്റിസൺഷിപ്പ്. നമുക്ക് വേണ്ട ബേസിക് ക്ലാരിറ്റി എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഏതൊരാളും പഠിക്കുന്ന ഒരു ബേസിക് ക്ലാരിറ്റി എന്താ? അവർ കൺട്രി ഈസ് എ സെക്യുലർ കൺട്രി. ആ ഒരു ഒറ്റ തോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞൂടെ? ഇസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്? റൈറ്റ്. ഓക്കെ. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായി, വെദർ ഇറ്റ് ഈസ് ഡിബേറ്റഡ്. അല്ലേ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിബേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചിട്ടാണോ പോകുന്നത് എക്സാം ഹോളിൽ? അത് പഠിക്കുക. ഈസ് ഇറ്റ് പോസിബിൾ? ഓക്കെ, നമ്മുടെ ലക്ഷ്മികാന്ത് പുസ്തകത്തിലുണ്ടോ ഇന്ന കാര്യങ്ങളൊക്കെ ഡിബേറ്റ് ചെയ്തു, അതിൻ്റെ ഡിബേറ്റ് ഇതായിരുന്നു എന്നൊക്കെ പറയൂ. നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദെൻ ഹൗ യു ഹാവ് ടു തിങ്ക്? ഇതാരും പഠിച്ചിട്ടല്ലല്ലോ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ തിങ്ക് ചെയ്ത് സമയം കളഞ്ഞില്ലേ? സി, ആക്ച്വലി ഇഫ് സംതിങ് ഈസ് ഡിസ്കസ്ഡ്, എന്തായാലും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അവിടെ ഇടേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചുമ്മാ എന്തായാലും ഒരു ഡിസ്കസ് ചെയ്തു, ഇന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ മേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇഫ് സംതിങ് ഈസ് യൂണീക്ക്, അല്ലേ, ഇഫ് സംതിങ് ഈസ് യൂണീക്ക്, അങ്ങനെയാണെങ്കിൽ അതിനൊരു സാധ്യതയില്ലേ? ഇപ്പോൾ യൂണിവേഴ്സൽ അഡൾട്ട് സഫറേജ് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണോ? പോസിറ്റീവാണ്. അപ്പോൾ അതിനെ വെറുതെ ആൾക്കാർ ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴാണ് ഡിബേറ്റ് ഉണ്ടാവുക? ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ. ഓക്കെ, ശരിയല്ലേ? അതായത് ഇഫ് ദർ ഈസ് സം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, സോ വി വിൽ ഹാവ് സം ഡിബേറ്റ്സ്. ഇതിനൊരു ഡിബേറ്റിൻ്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏത് 3 രീതി ഉണ്ടായിരുന്നു നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ക്രാക്ക് ചെയ്യാൻ. എങ്ങനെയാ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് സംതിങ് യൂണീക്ക്. ഓക്കെ, ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഡിസ്കസ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദെയർ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആൻസർ എന്തായി? സി. എ കൊടുത്ത് എത്ര പേരുണ്ട്? ഇതല്ലേ നമ്മുടെ തോട്ട് പ്രോസസ്സ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്തില്ലേ? അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ചില്ലേ? ഇഫ് ഡിസ്കസ്ഡ് അത് അവിടെ വരില്ല. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ബ്രഹ്മപുത്ര എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മപുത്രയുടെ ട്രൈബ്യൂട്ടറിയാണ് ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതല്ലേ ചോദ്യം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? ഓർമ്മയുണ്ടോ? ഓക്കെ, സാധാരണ ഒരു മെയിൻ റിവർ അല്ലേ, ഒരു മെയിൻ റിവർ ആണോ അതിൻ്റെ ട്രൈബ്യൂട്ടറി ആണോ ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് ചെയ്യുക? സാധാരണ നോർമലി മെയിൻ റിവർ. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ റീസൺ? സംതിങ് യൂണീക്ക്. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പെട്ടെന്ന് കിട്ടില്ല ഈ ഐഡിയ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ തെറ്റും, ബട്ട് ആഫ്റ്റർ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും വെദർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. ആ ഒരു സ്കില്ലാണ് നമുക്ക് എവിടെ വേണ്ടത്? ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് വേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് മനസ്സിലായല്ലോ തെറ്റിച്ചവർക്ക്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയണേ? ആൻഡ് സംതിങ് റിലേറ്റഡ് ടു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്, അല്ലേ? ഓക്കെ, അതിൻ്റെ ആൻസർ എന്താ? സി ആണ് ആൻസർ. ഓക്കെ, തെറ്റിച്ചവരുണ്ടാവും. തെറ്റിച്ചവരെങ്ങനെ തെറ്റിച്ചെന്ന് പറയട്ടെ. നിങ്ങൾ ഏത് സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെന്ന് പറയട്ടെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും, അല്ലേ? ഓക്കെ, ദ വേർഡ് ഈസ് ദെയർ. വാട്ട് ഈസ് എ വേർഡ് ദെയർ? ഓപ്പൺ ലിസ്റ്റ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഓപ്പൺ ലിസ്റ്റ്. ഓപ്പൺ ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? വിച്ച് മീൻസ് എന്താ? ഇറ്റ്സ് ഓപ്പൺ. യെസ് ഓർ നോ? അപ്പം പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? ആ സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഒന്ന് വായിച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചു വന്നാൽ യുക്കി അത് തെറ്റാണെന്ന് വിചാരിച്ചൊരു യുക്കിക്ക് ഉണ്ട്. അതെങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലായോ? ഇറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആയ സമയത്ത് എന്താണ്? വോട്ടേഴ്സ് ടു സെലക്ട് സ്പെസിഫിക് കാൻഡിഡേറ്റ്സ്. ഓക്കെ, ഇനി ഇതിനു വേണ്ട നോളജ് എന്തായിരുന്നു? പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ പൊതുവെ എന്താ? വോട്ടേഴ്സ് വോട്ട് ഫോർ എ പാർട്ടി. അത് പഠിക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ നോളജ് സൈഡ് ഞാൻ ഡിസ്കസ് ചെയ്യില്ല. ഓക്കെ, വോട്ടേഴ്സ് വോട്ട് ഫോർ എ പാർട്ടി, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ കാൻഡിഡേറ്റ്സുമായിട്ട് എന്തില്ല? വോട്ടേഴ്സ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? കാൻഡിഡേറ്റ്സിനെ വോട്ട് ചെയ്യുന്നില്ല. ദ പാർട്ടി ഡിസൈഡ്സ് ദ കാൻഡിഡേറ്റ്സ്. അങ്ങനെയാണ്. ബട്ട് ഇറ്റ് ഈസ് ഓപ്പൺ ലിസ്റ്റ് എന്ന് പറയുമ്പം ഹിയർ എന്താണ്? എന്ത് സംഭവിക്കും അവിടെ? വി ഹാവ് ദ, അല്ലെങ്കിൽ എന്താണ്? വോട്ടേഴ്സ് ക്യാൻ വോട്ട് ഫോർ ദ, അല്ലെങ്കിൽ സെലക്ട് സ്പെസിഫിക് കാൻഡിഡേറ്റ്സ്. അങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാക്കേണ്ടത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ എളുപ്പമല്ലേ? അവിടെ എന്തെങ്കിലും നോളജ് വേണോ നിങ്ങൾക്ക്? ഇന്ത്യൻ പ്രസിഡന്റിനെ നമ്മൾ എലക്ട് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് തെറ്റല്ലേ സ്റ്റേറ്റ്മെൻറ്റ്? ഓക്കെ, ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്,
എവരി പാർട്ടി, അത് നോളജ് അല്ലേ വേണ്ടത്? അതായത് ഒരു ക്വസ്റ്റ്യന് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്യുവർ നോളജ് വേണം. അത് ബേസിക് നോളജ് ആയിരിക്കും. ഈ ബേസിക് നോളജ് അല്ലേ തേർഡ് സ്റ്റേറ്റ്മെന്റ് വേണ്ടിയിരുന്നത്? ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും എന്താണ്? നമുക്ക് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യമൊന്നുമല്ല. ആണോ? ഓപ്പൺ ലിസ്റ്റ്, പ്രൊപ്പോർഷണൽ സിസ്റ്റം എന്താണെന്നെല്ലാം പഠിച്ചിട്ടുണ്ടാണോ നമ്മൾ പോവുക? അല്ല. അപ്പോൾ നമ്മൾ ആ വേർഡ് അസോസിയേഷൻ വെച്ചിട്ട് അത് എന്ത് ചെയ്യും? അത് ക്രാക്ക് ചെയ്യും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ് തെറ്റിക്കരുത്. സി, അഗെയിൻ സി അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടാവും? ഓർഡിനറി ലോയും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നാണോ വരുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടായോ? ഇല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓക്കെ, അത് ആ വേർഡിൽ തന്നെ ഉണ്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായില്ലേ? അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഓർഡിനറി ലോ ആയിട്ട് പോകും. ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് വേറെ. സി, ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാണ് കാണുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ. വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. നമ്മളുടെ രാജ്യത്ത് എന്ത് നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലേ? ശരിയല്ലേ? ഇപ്പം റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് അൺടച്ചബിലിറ്റി ആക്ട് ഉണ്ട് അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, അത് എവിടുന്നാണ് വന്നേ? ഫ്രം അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ നിന്നല്ലേ വന്നത്. റൈറ്റ് ടു പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആക്ട് ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇല്ലേ? അത് എന്തിൽ നിന്നാണ് വന്നേ? ഫ്രം ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അവിടെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യരുത്. അവിടെയൊക്കെയാണ് പ്രശ്നം. ഇവിടെയാണ് നമ്മൾ ജസ്റ്റ് ഇതിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യും? അങ്ങ് കോംപ്ലക്സ് ആക്കും. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ പറയുക? ഓർഡിനറി ലീഗൽ റൈറ്റ്സ് ഹാവ് ഇൻഡീഡ് ഇവോൾവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ്. ബേസിക് ഐഡിയ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. If fundamental rights are mentioned in the constitution, which means what? Other rights should be എന്താ? അതുമായിട്ട് എന്ത് ചെയ്യണം? അലൈൻ ചെയ്ത് പോകണം അല്ലേ? സോ ആ ക്വസ്റ്റ്യൻ ശരിയല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുന്ന തെറ്റിച്ച് നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് ഒന്ന് റോങ് ആക്കി നോക്കിക്കേ. വിച്ച് സൗണ്ട് ഗുഡ്? ഏതാണ് വിച്ച് സൗണ്ട്സ് ഗുഡ്? ഓർഡിനറി ലീഗൽ റൈറ്റ്സ് ഹാവ് നോട്ട് ഇവോൾവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഞാൻ ഇപ്പോൾ പറഞ്ഞതാണോ കുറച്ചും കൂടെ നല്ലത്? ആദ്യത്തെ അതിലുള്ളതാണോ? ആദ്യം പറഞ്ഞല്ലേ? ദിസ് ഈസ് ഹൗ യു ഹൗ ടു തിങ്ക്. ഇങ്ങനെയാണ് ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ചിന്തിക്കേണ്ടത്. കൺഫ്യൂഷൻ വരുമ്പോൾ കയ്യിൽ നിന്ന് വിടരുത് ക്വസ്റ്റ്യനെ. അതാ ഞാൻ പറഞ്ഞേ. കൺഫ്യൂസ്ഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെന്തെങ്കിലും ആട്ടെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെയല്ല. കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന നോളജ് വെച്ചിട്ട് അതിനെ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ടെസ്റ്റിൽ നിന്നല്ല, അടുത്ത ടെസ്റ്റിൽ നിന്നും അല്ല. ഓക്കെ, ഇത്രയും ടെസ്റ്റ് കഴിയുമ്പോൾ ഈ ഒരു സ്കില്ല് നമുക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിലിംസ് ക്ലിയർ ആവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, fourth question answer again C. Fourth question C. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം. ഇത് തെറ്റിക്കാം, കുഴപ്പമൊന്നുമില്ല. ചിലർ തെറ്റിച്ചിട്ടുണ്ടാവും, നോ വറീസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എവിടെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എലക്ഷൻ ആൻഡ് ഓൾസോ ലോക്സഭ എലക്ഷൻ. അതിലെന്താണ്? ദ കാൻഡിഡേറ്റ് who gets highest number of votes അല്ലേ ഡിക്ലെയർഡ് എലക്റ്റഡ്. അങ്ങനെയല്ലേ? അല്ലാതെ മെജോറിറ്റി കിട്ടണമെന്നുണ്ടോ? മെജോറിറ്റി കിട്ടണമെന്ന് പറയുന്നത് 100 വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സപ്പോസ് 100 വോട്ടേഴ്സ് ഉണ്ടായിരുന്നു, 51 വോട്ട് ഒരാൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അയാൾ എലക്റ്റഡ് ആവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതെവിടെയാണ് നമ്മൾ കാണുന്നത്? പ്രസിഡൻഷ്യൽ എലക്ഷനിലാണ് നമ്മൾ അത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോക്സഭ എലക്ഷൻസിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താ? ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? വിച്ച് മീൻസ് വാട്ട്? ഹയസ്റ്റ് നമ്പർ. ഏത് കാൻഡിഡേറ്റ് ആണ് ഹയസ്റ്റ് നമ്പർ കിട്ടിയത്, ആ കാൻഡിഡേറ്റ് എന്ത് ചെയ്യും? ഡിക്ലെയർഡ് എലക്റ്റഡ്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡിമെറിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം. യെസ് ഓർ നോ? കാരണം ഹയസ്റ്റ് കിട്ടിയ ഒരാൾക്ക് ചിലപ്പോൾ ഒരു 41 കിട്ടിയിട്ടുണ്ടാവും. വിച്ച് മീൻസ് ദാറ്റ് ഈസ് മൈനോറിറ്റി. മറ്റേതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ എത്രയായി? 59. ആരാണ് അവിടെ മെജോറിറ്റി? ഒപ്പോസിഷൻ അല്ലേ? ഇത് നിങ്ങൾ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുമ്പോൾ കാണാറുണ്ടാവും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ട ബേസിക് ഐഡിയ എന്താണ്? ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഹയസ്റ്റ് നമ്പർ വോട്ട് കിട്ടുന്നത് അത്. ആ ഒരു നോളജ്, അതായത് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ട ബേസിക് നോളജ്. അതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. അതിനപ്പുറം ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുക? നമുക്കറിയില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാൻ പറ്റുമോ? യുണൈറ്റഡ് സ്റ്റേറ്റിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് ലക്ക്. ഓക്കെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ട് ചെയ്യാം. പിന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ വെറുതെ വരില്ല. ഈ വർഷം വരണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. എന്താ? ബിക്കോസ് US പ്രസിഡൻഷ്യൽ എലക്ഷൻ. അല്ല ചുമ്മാ US അല്ലെങ്കിൽ അവിടെ UK ഇങ്ങനെയാണെന്ന് പറയില്ല. ദർ സം റീസൺ. ഓക്കെ, നോ സി. അടുത്ത വേർഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഇതെന്താണ്? ജെറി മാൻഡറിങ് അല്ലേ? ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ, അങ്ങനെ തോന്നിയില്ലേ? സി, ഇഫ് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള വേർഡ്സ് വരികയാണ്. നമ്മൾ ആരും കേട്ടിട്ടില്ലാത്തൊരു വേർഡ് വരികയാണ്. വിച്ച് മീൻസ്
ഞാൻ എവിടുന്നെങ്കിലും ചുമ്മാ പോയി ഒരു വേർഡ് എടുത്തുകൊണ്ട് വരുമോ? നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരു വേർഡ് എടുത്തുകൊണ്ട് വരുമോ? ഇല്ല. ജെറിമാൻഡറിങ് ഞാൻ പോലും കേട്ടിട്ടില്ല ആക്ച്വലി ഇല്ലേ? ശരിയല്ലേ? സോ വിച്ച് മീൻസ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ്. ഓക്കെ, നമ്മളൊരു ഗസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പലരും ഗസ് ചെയ്യുമ്പോൾ അതിനെ അങ്ങ് തെറ്റാക്കും. ഓക്കെ, ഗസ് ചെയ്യുമ്പോൾ അതിന് ശരിയാവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഫസ്റ്റ് പാസ്റ്റ് പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻസ് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്ത് ചെയ്യും സംഭവം, റൂളിംഗ് പാർട്ടി എന്ത് ചെയ്യും, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബൗണ്ടറി എന്ത് ചെയ്യും, അവർക്ക് അനുകൂലമായിട്ട് അവരുടെ വോട്ടേഴ്സ് കൂടുതലുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? ദാറ്റ്സ് എ നോളജ് വി നീഡ്. ക്ലിയർ അല്ലേ? ആൻഡ് ദെൻ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എ. സോ യു നോ പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ലേ? ഇത് ചിലർ തെറ്റിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഓക്കെ, തെറ്റിച്ചവർ ഇങ്ങനെയായിരിക്കും തെറ്റിച്ചിട്ടുണ്ടാവുക. എന്താണ് അവിടുത്തെ വേണ്ട ക്വസ്റ്റ്യൻ? സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം. ഓക്കെ, സോ അല്ലേ, പ്രസിഡൻഷ്യൽ സിസ്റ്റം മീൻസ് വാട്ട്? ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഈസ് ദെയർ, ഹെഡ് ഓഫ് ഗവൺമെന്റ് ഈസ് ദെയർ അല്ലേ? അങ്ങനെയല്ലേ? ഹെഡ് ഓഫ് സ്റ്റേറ്റും ഉണ്ട്, ഹെഡ് ഓഫ് ഗവൺമെന്റും ഉണ്ടാവും. പ്രസിഡൻഷ്യൽ ആകുമ്പോൾ എന്താ? വിച്ച് മീൻസ് പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ബോത്ത്. അപ്പൊ സെമി ആകുമ്പോഴോ പ്രസിഡന്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ഗവൺമെന്റ്. ഈ ഒരു ബേസിക് നോളജ് അല്ലായിരുന്നു ആ ക്വസ്റ്റ്യൻ ശരിയാക്കാൻ നമുക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താ, ഏത് നോളജാണ് വേണ്ടേ? വിച്ച് നോളജ്? അത് തന്നെയല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്തത് അതേ നോളജ് തന്നെയാണ് എന്ത് വേണ്ടത്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ വേണ്ടത്. ആൻഡ് PM ആൻഡ് ഹിസ് കൗൺസിൽ ആർ നോട്ട് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. ആണോ? PM ആൻഡ് ഹിസ് council are not responsible to legislate. If there is PM ഉണ്ടെന്നുണ്ടെങ്കിൽ he should be accountable to the legislature. അങ്ങനെയല്ലേ? പ്രൈം മിനിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്തായിരിക്കും? പ്രൈം മിനിസ്റ്റർ എവിടുന്നാണ് വരുന്നത്? ഫ്രം ദ ലെജിസ്ലേച്ചർ അല്ലേ? അങ്ങനെയല്ലേ പ്രൈം മിനിസ്റ്റർ വരിക? സോ he should be accountable to the legislature. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ. സിക്സ്ത് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റാറ്റിക് അല്ലേ? ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാമിന് ഉണ്ടാവും, എക്സ്പെഷ്യലി ഇൻ ദ ലാസ്റ്റ് ഇയർ അല്ലേ? പൊളിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടായിരുന്നു ലാസ്റ്റ് ഇയറിലെ. ഫാക്ട് ചോദിച്ചില്ലേ, പാർട്ട് ചോദിച്ചില്ലേ? വിച്ച് മീൻസ് വാട്ട്? പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതേ ചോദിക്കുകയുള്ളൂ, ചുമ്മാ റാൻഡം ആയിട്ട് ചോദിക്കില്ല. ഇൻ ദിസ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് കാണാൻ പറ്റുക? ഇറ്റ്സ് അബൌട്ട് രാജ്യസഭ അല്ലേ? രാജ്യസഭയുടെ സ്പെഷ്യൽ പവേഴ്സ് നമ്മൾ എല്ലാവരും പഠിക്കണ്ടേ? അതിൻ്റെ ആർട്ടിക്കിൾ പഠിക്കണ്ടേ? ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 312 നോട്ട് 310. ഓക്കെ, ഇനി ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ് ക്രാക്ക് ചെയ്യാൻ. ഏത് ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ കണ്ടോ? സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇല്ലേ ക്വസ്റ്റ്യൻസിൽ? ഇറ്റ്സ് വെരി ഈസി ടു ക്രാക്ക്. കാരണം എന്താ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റാണെന്നുണ്ടെങ്കിൽ വി വിൽ ഡയറക്ട്ലി ഗെറ്റ് ദ ആൻസർ. ഇസോർണോ അല്ലേ? കാരണം അങ്ങനെയല്ലേ? ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ പറ്റി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോണ്ട് നീഡ് ടു തിങ്ക്. ഓക്കെ, അങ്ങനെ അങ്ങ് പോകണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? സിക്സ്ത് ക്വസ്റ്റ്യൻ ഡി. ഓക്കെ, നൗ കം. ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റിയിട്ടാണ് ചോദ്യം. നമുക്കൊന്നും അറിയില്ല. ഓക്കെ, നമുക്ക് വലിയ കാര്യമായിട്ട് നമ്മൾ ജുഡീഷ്യറിയെ പറ്റിയിട്ടൊന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോവാം. ജുഡീഷ്യറി ഈസ് നോട്ട് ഇൻവോൾവ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ജഡ്ജസിനെ എലക്ട് ചെയ്തെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഓർ ജഡ്ജസ് അപ്പോയിന്റഡ് ഓർ ജഡ്ജസ് എലക്റ്റഡ്? അപ്പോയിന്റഡ്. ഇഫ് ലെജിസ്ലേച്ചർ ഇൻവോൾവ് ആയിരുന്നു, പ്രസിഡന്റ് എലക്റ്റഡ് ഓർ പ്രസിഡന്റ് അപ്പോയിന്റഡ്? എലക്റ്റഡ്. പ്രസിഡന്റ് അപ്പോയിന്റഡ് ആണോ? പ്രസിഡന്റ് ഈസ് എലക്റ്റഡ് ബൈ വൈ? ലെജിസ്ലേച്ചർ ഈസ് ഇൻവോൾവ് ദെയർ. മനസ്സിലാവുന്നുണ്ടോ? MPs elected or MPs appointed? Elected. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആൻഡ് ജഡ്ജസ് ആർ അപ്പോയിന്റഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വെറുതെ ആലോചിച്ച് തെറ്റിച്ചില്ലേ? ഓക്കെ, സോ ലെജിസ്ലേച്ചർ ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ അപ്പോയിൻറ്റ്സ്. റൈറ്റ്? ലെജിസ്ലേച്ചർ ഇൻവോൾവ് ആണോ? അല്ല. ഓക്കെ, പിന്നെന്താ പറയുക? ഫിക്സ്ഡ് ടെന്യൂർ എന്ന് പറഞ്ഞപ്പോൾ യു മേ ഹാവ് ഡൗട്ടഡ്. റൈറ്റ്? അതായത് 2 years എന്നോ 3 years എന്നോ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. സി വാട്ട് യു മീൻ ബൈ ഫിക്സ്ഡ് ടെന്യൂർ? സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വൺസ് വി അപ്പോയിന്റ് ജഡ്ജ് അദ്ദേഹത്തെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ദർ ആർ സം പ്രൊസീജിയേഴ്സ് ഇൻ ദ ജഡ്ജസ് ഇൻക്വയറി ആക്ട് ഒക്കെ വെച്ചിട്ടല്ലേ പറ്റുള്ളൂ. സോ മാത്രമല്ല, അല്ലെങ്കിൽ എന്താണ് അവരുടെ ടെന്യൂർ എന്താ പറയുന്നത്? എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? എന്താ? ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെന്റ് എന്നല്ലേ പറയുക. മനസ്സിലാവുന്നുണ്ടോ? വിച്ച് മീൻസ് ദേ ഹാവ് എ ഫിക്സ്ഡ് ടെന്യൂർ. അങ്ങനെ ചിന്തിക്കാവുള്ളൂ. നമ്മളിത് പഠിച്ചിട്ടില്ല. യെസ്, നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും മേ ബി. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെ ചിന്തിക്കണം? ഇപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഡയറക്റ്റ്ലി പോവാം. പക്ഷെ നമുക്ക് മെജോറിറ്റി ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അറിയില്ലായിരിക്കും.
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്നാണ് ഐ എം എക്സ്പ്ലെയിനിങ് ടു യു. ഓക്കെ, നെക്സ്റ്റ്, മാക്സിമം സ്ട്രെങ്ത് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് മെൻഷൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇഫ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യണ്ടേ ഇടയ്ക്കൊക്കെ? അപ്പോൾ എല്ലാം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇസ് ഇറ്റ് പോസിബിൾ ടു ഫോളോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഓൾ ദ ടൈം? പറ്റുമോ? ഇല്ല. ഇഫ് ഇറ്റ് ഈസ് മെൻഷൻഡ് എസ് നമ്പർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വി ഹാവ് ടു അമെൻഡ് ഇറ്റ് ടു ചേഞ്ച് ദ നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ കാര്യമല്ലേ, അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? എപ്പോഴും അമെൻഡ് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രൊസീജിയർ ഈസ് ഈസി ഓർ ഡിഫിക്കൾട്ട്? ആർട്ടിക്കിൾ 368 ഒക്കെ വെച്ചിട്ട് വേണ്ടേ അമെൻഡ് ചെയ്യാനായിട്ട്? ഓക്കെ, സോ അപ്പം ദിസ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ജുഡീഷ്യൽ റിവ്യൂ ഈസ് മെൻഷൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ആർട്ടിക്കിൾ 13. ദർ ആർ സം എലിമിനേഷൻ ട്രിക്സ് ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ തൽക്കാലം ഇറ്റ്സ് ഓക്കെ, കാരണം ഇങ്ങനെ മെൻഷൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റായിട്ട് എടുക്കുമെന്നൊക്കെ നമ്മൾ പറയും. ബട്ട് അതൊക്കെ എന്താണ്? ലാസ്റ്റ്, ഏറ്റവും അവസാനത്തെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാസ്റ്റ് റിസോർട്ടാണ്. ആ ലാസ്റ്റ് റിസോർട്ടിന് മുമ്പ് വരെ വി ഷുഡ് യൂസ് അവർ നോളജ് ആൻഡ് ലോജിക്. ഓക്കെ, സോ വാട്ട് ഈസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? എ. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 282 എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കോമ്പറ്റേറ്റീവ് ഫെഡറലിസം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗ്രാൻഡ്സ്. ഓക്കെ, അത് അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബട്ട് ഇൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഈസി ടു ക്രാക്ക്. എന്താണ്? ഇന്ത്യൻ ഫെഡറലിസ്റ്റ് സിമെട്രിക് മോഡൽ. സോർണോ? സിമെട്രിക് മോഡൽ ഒക്കെയാണ്, പക്ഷേ ഈസ് ഇറ്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്? പവേഴ്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ സിമെട്രിക് മോഡൽ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ കൃത്യമായിട്ട്? ബിക്കോസ് ഡ്യൂറിങ് എമർജൻസി ഹു ഇസ് പവർഫുൾ? സെൻറ്റർ. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഈസ് ദ ഐഡിയ. അതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ എല്ലാവർക്കും ശരിയാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് സി, ദിസ് ഈസ് എ 50-50 ക്വസ്റ്റ്യൻ, റൈറ്റ്? അതായത് 282 നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 50-50 ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഷുഡ് എന്ത് ചെയ്യണം? അറ്റംപ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇഫ് ഇറ്റ് ഈസ് എ 50-50 ക്വസ്റ്റ്യൻ, അതൊരിക്കലും എന്ത് ചെയ്യരുത്? ലീവ് ചെയ്യരുത്. UPSC പേപ്പറിൽ അറ്റ് ദ എൻഡ് there are more number of questions that you are arrived at 50-50. ഓക്കെ, അതെന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി 50-50 വരുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, യു ജസ്റ്റ് ട്രൈ ഇൻ ദ നെക്സ്റ്റ് എക്സാം. ഓക്കെ, 50-50 വരുമ്പോൾ വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്? മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത എക്സാം ചെയ്ത് നോക്കുക, എന്നിട്ട് ശരിയാവുന്നോ നോക്കുക. ആണെങ്കിൽ യു ഫോളോ ദാറ്റ്. തെറ്റാവുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തിരിച്ച് ചിന്തിക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ബ്രെയിൻ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ വാട്ട് ഐ ആം സെയിങ്? See, 50-50 on you are arrived at 50-50 in this question. Okay, what comes to your mind first? Either C or A. Either C or A, അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം തോന്നുന്നത് എന്താ? എ ആണോ സി ആണോ? എന്ത് വേണം ചെയ്തു? എ. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക? എയ്തർ സി ഓർ എ അല്ല, എയ്തർ സി, എയ്തർ ഡി ഓർ എ. എയ്തർ ഡി ഓർ എ. വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്? പൊതുവേ എല്ലാവർക്കും എ ആണ് വരിക. ഓക്കെ, അതങ്ങ് ചെയ്യുക. 50-50 ക്വസ്റ്റ്യൻ, മൈ ലോജിക്, മൈ സ്ട്രാറ്റജി ഇൻ പ്രിലിംസ് എന്താ? വാട്ട് കംസ് ടു മൈ മൈൻഡ് ഫസ്റ്റ്. അത് ചെയ്യും. അത് ഞാൻ ചുമ്മാ ചെയ്തതല്ല, പ്രാക്ടീസിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. 50-50 ക്വസ്റ്റ്യനിൽ വാട്ട് കംസ് ടു മൈ മൈൻഡ് ഫസ്റ്റ്. ആദ്യം എനിക്ക് എന്താണ് ആ 50-ൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തോന്നുന്നത്, ഐ വിൽ ടേക്ക് ദാറ്റ്. അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ വിച്ച് മീൻസ് വാട്ട് യു ഹാവ് ടു ഡു ദാറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് പ്രൊവൈഡഡ് യു ഹാവ് പ്രാക്ടീസ്ഡ് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പോവും, അവസാനം ഇതെല്ലാം എന്ത് ചെയ്യും? യു മേക്ക് ഇറ്റ് റോങ്. എന്നിട്ട് എന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയും. ഓക്കെ, ഞാൻ പറയുന്നത് എന്താ? ഇറ്റ് സ്യൂട്ട്സ് യു ഓർ നോട്ട്. അത് ആര് വെരിഫൈ ചെയ്യണം? യു ഹാവ് ടു വെരിഫൈ ത്രൂ സോൾവിങ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ അല്ല ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അതിൻ്റെ ആൻസർ എന്താ? 8 is A. A. A is the answer. 282 is correct. Article. Okay. It's related to grants. അതാ ഞാൻ പറഞ്ഞ ഗ്രാൻഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? On the basis of different parameters, government എന്ത് ചെയ്യാറുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡഡ് ഗ്രാൻഡ് ടു ഡിഫറെന്റ് സ്റ്റേറ്റ്, അല്ലേ? വിച്ച് മീൻസ് വാട്ട്? അതൊരു കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ആണ്. ഓക്കെ, കോമ്പറ്റേറ്റീവ് ഫെഡറലിസം, കോപ്പറേറ്റീവ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നോളജ് ആയിട്ട് പഠിക്കുക. Then 9th question. This is little extreme. First statement, all countries that have a constitution are democratic. Can we say that? Constitution ഉള്ള എല്ലാ രാജ്യങ്ങളും ഡെമോക്രാറ്റിക് ആണോ? നോ, അതെല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് റോങ്. ബട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ, there is a chance for confusion. Indian secularism, state can intervene in religious affairs. നിങ്ങൾ എത്ര പേര് അത് ശരിയാണെന്ന് വിചാരിച്ചു? How many of think it is right? എത്ര പേര് തെറ്റാണെന്ന് വിചാരിച്ചു? ഒന്ന് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തോന്നില്ലേ? സ്റ്റേറ്റ് റിലീജിയൻ,
കാരണം ഇത് രണ്ടും രണ്ടല്ലേ? യെസ്, രണ്ടും രണ്ടാണ്. വെയർ? ഇൻ വെസ്റ്റേൺ കൺട്രീസ്. അവിടെ സ്റ്റേറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം റിലീജിയൻ. ബട്ട് ഇൻ ഇന്ത്യ we have our own secularism called Indian model of secularism. Yes or no? And it is by a term called principled distance, which means what? State can intervene. Okay, state can intervene in religious affairs. Okay, positively intervene ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് ഈക്വൽ ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അത് നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സെക്യുലറിസത്തിനെ പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാണുമ്പോൾ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് തെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് 2.66 ആണ് ഡൗൺ ആവുക. ഓക്കെ, സോ വാട്ട് ഈസ് ആൻസർ? ബി. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ 10. യു മേ ഹാവ് ഡൗട്ടഡ് അറ്റ് ദിസ് വേർഡ്. വാട്ട് ഈസ് ലോക്കസ് സ്റ്റാൻഡി? ലോക്കസ് സ്റ്റാൻഡി മീൻസ് വാട്ട്? ഡയറക്ട്ലി ഹാം ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് കോൾഡ് ലോക്കസ് സ്റ്റാൻഡി. അൺലെസ് ഇറ്റ് ഈസ് ഹാം ഡ്യൂ, ദ കേസ് ഹാം ഡ്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ബട്ട് വാട്ട് ഈസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ? എനിവൺ ക്യാൻ ഫയൽ എ കേസ് അല്ലേ? ഇഫ് ദർ ഈസ് എൻ എൻവയോൺമെന്റൽ ഇഷ്യൂ ഹിയർ എനിവൺ ക്യാൻ ഫയൽ എ കേസ്. ആൻഡ് മോസ്റ്റ്ലി നമ്മളെപ്പോഴും കേൾക്കുന്നത് എന്താ? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ യു മേ ഹാവ് ഡൗട്ടഡ് അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് അറിയാമോ? വാട്ട് ഈസ് അവർ എയിം? ഇൻക്ലൂസീവ് ജസ്റ്റിസ് ഓർ നോട്ട്? ഓക്കെ, റൂറൽ ഏരിയയിലുള്ള ഒരു ഫാർമർ, ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ഹിം ടു അപ്രോച്ച് ദ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്? ദെൻ വാട്ട് ഈസ് ദ നീഡ് ഫോർ ദാറ്റ് ഡിസ്ട്രിക്ട് കോർട്ട്സ്? അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലുള്ളതാണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ഡിസ്ട്രിക്ട് കോർട്ട്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തെറ്റാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? അത് ശരിയാകാനാണ് സാധ്യതയെന്നാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ബിക്കോസ് നമ്മൾ ആരും പഠിച്ചിട്ടല്ല പോകാൻ പോകുന്നത്. എന്ത്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ പറ്റിയിട്ട് എൻറ്റയർ ഡീറ്റെയിൽ പഠിച്ചിട്ടാണോ നമ്മൾ പോവുക? വി നോ വാട്ട് ഈസ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്നത്. PIL, ഇത്രയും കാര്യങ്ങളെ അറിയുള്ളൂ. ബട്ട് അതിനെപ്പറ്റി ഒരു എക്സ്ട്രാ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ, ഇഫ് ദേ ആർ ഫ്രെയിമിങ് വൺ എക്സ്ട്രാ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അവർ എയിം ഈസ് ഇൻക്ലൂസീവ് ജസ്റ്റിസ് ഇഫ് ഓൺലി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അങ്ങനെ ഒരു എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെ ഒരു ലിമിറ്റ് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദ പുവർ പീപ്പിൾ ടു അപ്രോച്ച് ടു ആക്സസ് ജസ്റ്റിസ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഓക്കെ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് നമ്മൾ? ഇൻക്ലൂസീവ് ഗവേണൻസ് അല്ലേ നമ്മുടെ ലക്ഷ്യം. അത് തെറ്റാണ്, തെറ്റിക്കോട്ടെ, പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ബട്ട് ആ ചിന്ത കറക്റ്റ് ആയിരിക്കും. ഓക്കെ, UPSC ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും എന്ത് ചെയ്തിരിക്കുക, ഫ്രെയിം ചെയ്തിരിക്കുക. ഓക്കെ, UPSC ക്വസ്റ്റ്യൻസ് ആർ വിത്ത് ദ മാർജിനലൈസ്ഡ് പീപ്പിൾ, വിമൻ അല്ലേ? അങ്ങനെയൊക്കെ ഉള്ള രീതിയിലല്ലേ ക്വസ്റ്റ്യൻസ് വരെ. ഇഫ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വിമൻ ഈസ് ദെയർ, ഇറ്റ് ഈസ് ഇൻ പോസിറ്റീവ് സൈഡ്, ഇറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? സോ വാട്ട് ഈസ് ആൻസർ ഫോർ 10th question? A.